ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നോക്കട്ടെ. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർമിറ്റ് മൂഡാണ്. ഡെത്ത് വന്നിട്ടുണ്ട്. നൈൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. 4 ഓഫ് കപ്സ്, Queen of Wands, 7 of Wands, 2 of Wands. വാൻസ് എനർജി ഉണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ആ ഒരു സ്ട്രെങ്ത് ആണ്. അത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളെ ഒക്കെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടാവണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ദയുണ്ടാവണം, സ്നേഹമുണ്ടാവണം. ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ പോലും വലിയ പ്രതിസന്ധികളാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തായിട്ട് അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് അതിശയം വരികയോ ഞാൻ ഇതിനെ എങ്ങനെ തരണം ചെയ്തു എന്ന്. ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യണം. അതിനകത്തൊരു സിൻസിയറിറ്റി കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പോൾ അതിനകത്തൊരു സത്യസന്ധത കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ മുന്നിലുള്ളത് അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും. എത്ര വലിയ പ്രശ്നമാണെങ്കിൽ പോലും. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്. കണ്ടില്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള എനർജിയാണ്. എല്ലാവരും കൂടിച്ചേർന്ന് ആടുന്നു, പാടുന്നു, ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ. അപ്പോൾ ഇത് സെലിബ്രേഷനാണ്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതാവാം, ചിലപ്പോൾ തിരുവാതിരക്കളിയാവാം. ഇനി എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങളൊന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ ഇന്ന് ഏർപ്പെടുന്ന ഏത് കാര്യമാണെങ്കിലും അത് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ വെളിച്ചം കാണുകയാണ്. ചുറ്റുമുള്ളതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്, അവനവൻ്റെ ഉള്ളിലുള്ള വെളിച്ചം, എന്തോ ഒരു വെളിച്ചം ഉണ്ട്, അതിനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മൊത്തം ആകർഷിക്കപ്പെടുന്നു. ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ ഇവിടെ സാധ്യമാക്കാൻ പറ്റും. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു വെളിച്ചം കാണുന്നതിലും കൂടെ കുറേയൊക്കെ ഒന്ന് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. എന്താണോ അതിശയമാണ്, അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറേയധികം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളെ അതിശയിപ്പിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ, സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ
ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ ഡെത്താണ് വന്നിരിക്കുക. ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്നത്, സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് വരികയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്റ്റക്ക് ആവാൻ പാടില്ല. മനസ്സിലായി? നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും മുന്നോട്ട് ചലിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സും ശരീരവും ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ വരിക. മനസ്സിന്റെ ബലം ശരീരത്തിനും കൊടുക്കണം. ശരീരത്തിന് ബലം ഉണ്ടെങ്കിലേ മനസ്സും അവിടെ നിൽക്കുകയുള്ളൂ. രണ്ടും കൂടെ കൂടിച്ചേർന്നുള്ള ഒരു യാത്രയാണല്ലോ നടത്തുന്നത് എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സമയത്ത് എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ, അല്ലെ എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചോ, മുന്നോട്ട് എനിക്കൊരു സക്സസ് വരില്ല, ഒരു വിജയം എൻ്റെ ജീവിതത്തിൽ ഇനി വരില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എഴുതിത്തള്ളിയ ചില കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആദ്യം മുതൽ നിങ്ങളുടെ ജീവിത വിജയം തുടങ്ങുകയാണ് ഇവിടെ. പരാജയം സംഭവിച്ചു നിങ്ങൾ വിചാരിച്ചെന്താ ഇനിയൊന്നും ഇല്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. പക്ഷെ അങ്ങനെയല്ല, അവിടെ നിന്ന് തുടങ്ങുകയാണ് ജീവിതം. മനസ്സിലായോ? ഒരു സ്റ്റാർട്ടിങ് വരുന്നു. നിങ്ങൾക്ക് നല്ല ചില മാറ്റങ്ങളിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ശാന്തി, സമാധാനം, ഒരു പുതിയ ഒരു ജന്മം തന്നെ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ചില മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ മാനസികമായ ടെൻഷൻ അനുഭവിക്കാം. ഇവിടെ നിങ്ങളുടെ കർമ്മയാവാം, ഒരുപാട് കർമ്മ അനുഭവിക്കുന്ന എനർജി ആവാം ഡെത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് സോഡും അത് തന്നെയാണ്, കർമ്മ അനുഭവിക്കുന്ന സമയമാണ്. അപ്പൊ ഈ കർമ്മ അനുഭവിക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പിറകെ വന്നു ചേരും. നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ദുഃഖം അനുഭവിക്കേണ്ടത്. വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം വന്നോ, അതിന് പിന്നാലെ മറ്റ് പല കാര്യങ്ങൾ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആകെപ്പാടെ കുഴപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരും. ഇതിലെല്ലാം നിങ്ങൾ കഥാപാത്രമാകും. മനസ്സിലായി? നിങ്ങൾ പോലും മനസ്സിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങളാവാം. അത് വളരെയധികം ഗൗരവത്തോടുകൂടി മറ്റുള്ളവർ കാണുകയും നിങ്ങളെ ഒരു പ്രതിയാക്കി മാറ്റുകയും ചെയ്യുന്ന എനർജി. അവിടെയും നിങ്ങൾക്കൊരു സമാധാനമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുപോലെ ജോലിക്കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തായാലും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഉറക്കമില്ലാത്ത ഒരവസ്ഥയാവും. ആ ഉറക്കമില്ലാത്ത ഒരവസ്ഥയിൽ ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. മനസ്സിലായി? ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്, എന്തും വന്നുകൊള്ളട്ടെ, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങണം, എന്നെ ഈ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ ഡിവൈനിലേക്ക് സമർപ്പണം ചെയ്തിരിക്കുന്നു, ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്കിതൊന്നും വേണ്ട. റിലേഷൻഷിപ്പാണോ, ടോക്സിക് ആണോ, നിങ്ങൾക്ക് വേണ്ട. അത് എന്തിനു നിങ്ങൾ അനുഭവിക്കണം? സമാധാനമല്ലേ എല്ലാവർക്കും വേണ്ടത്, സന്തോഷമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തിന്റെ വഴിയെ വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതേ എങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയെ ഇവിടെ നിന്ന് നിങ്ങൾ റിലീസ് ചെയ്യൂ. പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. അപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കണം. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കി വെക്കൂ. അല്ലാതെ ഇത്തരത്തിലുള്ള ചില ചിന്തകളെ കൊണ്ട് നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് ഡിപ്രഷൻ അനുഭവിക്കുക, ടെൻഷൻ അനുഭവിക്കുക, മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് കഴിയേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോഴാണ് ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, അവർ പൊയ്ക്കോട്ടെ. നമുക്ക് നമ്മളിലേക്ക് വരാനുള്ള ചില വ്യക്തികളാണെങ്കിൽ അത് വന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പേടിച്ചിട്ട് ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പേടി സ്വപ്നം കാണുകയാണ് ഇവിടെ. സ്വപ്നം കാണുന്നുണ്ട്, ഉറക്കമില്ലാത്ത ഒരവസ്ഥ. ഇത് നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുക തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സമയമുണ്ട്, ഇതിനൊരു പീരീഡ് ഉണ്ട്. ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ നല്ലതുപോലെ സൗഖ്യത്തിലേക്ക് വരും. കാരണം നിങ്ങൾക്ക് ഡിവൈൻ ഗിഫ്റ്റ് കിട്ടാനുള്ള സമയമായിരിക്കുന്നു 4 ഓഫ് കപ്സ്. ഇവിടെ ഒരു നിരാശ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഈ നിരാശയ്ക്കപ്പുറം നല്ലൊരു സക്സസ്സും വരുന്നുണ്ട്. ആശ സഫലമാകുന്നു. ഈ നിരാശയ്ക്കപ്പുറം നിങ്ങളുടെ ആശ സഫലമാകുന്ന എനർജി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊണ്ട് തരും. കാരണം ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിയല്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് വേറെ ഒന്നായിരുന്നു. അത് വരാത്തിടത്തോളം കാലം എനിക്ക് സംതൃപ്തി ഇല്ല, എനിക്ക് സംതൃപ്തി നേടാൻ സാധിക്കുന്നില്ല. മനസ്സിലായോ? അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ തരും, അതിനൊരു പോസിറ്റീവായ റിസൾട്ട് തരിക തന്നെ ചെയ്യും.
ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ. സമൂഹത്തിൽ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ഒരു മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടാവുന്നു, മറ്റുള്ളവർ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള വ്യക്തിത്വം ഉണ്ടാകും. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ മറ്റുള്ളവരുടെ വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന എനർജി, നല്ല കഴിവുണ്ട്, നിങ്ങൾ ബ്രില്യൻ്റ് ആവാം. ഈ ഒരു കഴിവെന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു മഹാറാണിയെ പോലെ ഇരിക്കുന്ന, മഹാരാജാവിനെ പോലെ ഇരിക്കുന്ന എനർജിയാണ്. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് മറ്റുള്ളവർ നിങ്ങളിലേക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്, നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്കൊരു സ്ഥാനം തരുന്ന എനർജിയും ആവാം. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വളരെയധികം ആവേശത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 7 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ചുറ്റിനും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നേരിടണം. കണ്ടില്ല, ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുകളിലേക്ക് കയറിയിരിക്കുന്നു. കണ്ടല്ലേ, ഇവിടെ ഒക്കെ ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എന്തിന്? ഒരുപാട് കാര്യങ്ങളുണ്ട്, സാമ്പത്തികമുണ്ട്, റിലേഷൻഷിപ്പിലുണ്ട് പ്രശ്നം, മറ്റുള്ളവർ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ടാവാം, നിങ്ങളത് ചെയ്തില്ല, ഇത് ചെയ്തു. ഒരുപാട് പേരുടെ വാക്ശരങ്ങൾ നിങ്ങൾക്ക് നേരെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് കണ്ട് പേടിച്ചിട്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഈ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വയം കണ്ടെത്തിയെങ്കിൽ മാത്രമേ പറ്റും. കാരണം ഒരുപാട് പേർ നിങ്ങളോട് വഴക്കിനും ബഹളത്തിനും ഒക്കെ വരുമ്പോൾ നിങ്ങൾ സൈലന്റിലിരിക്കുന്നതാണ് നല്ലത്. സൈലൻസ് അത് ഏറ്റവും നല്ലതാണ്, മനസ്സിലായി. അല്ലാതെ അവരോട് എതിർത്ത് പറഞ്ഞ് ജയിക്കാൻ പോകുന്നത് അന്നേരം അത് ശാശ്വതമല്ല, അന്നേരം വേണ്ട. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് വഴക്കിന് വരുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ ഒന്നും നിൽക്കണ്ട, നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് കഴിയുമ്പോൾ അവർ അടങ്ങിക്കൊള്ളും. അല്ലാതെ പറഞ്ഞു ജയിക്കാൻ പോയാൽ നിങ്ങളുടെ വില പോകും. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ നിലനിർത്തേണ്ടതാണ്. നിങ്ങൾ ഒരിടത്തും പറഞ്ഞ് ജയിക്കാനായിട്ട് പോകരുത്. നിങ്ങൾക്ക് മൗനമാണ് നല്ലതെങ്കിൽ നിങ്ങൾ അവിടെ മൗനം പാലിക്കുക, സൈലൻസിൽ ഇരിക്കുക. ഈ സൈലൻസിന് അപ്പുറത്താണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്, മനസ്സിലായി. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധി വരും. നിങ്ങളെ നന്നായിട്ട് തന്നെ അവർ വിചാരിക്കുന്ന എനർജിയും ഉണ്ടാവും. അയാൾ അങ്ങനെ ഇരുന്നത് കൊണ്ട് അത് നന്നായി. അയാൾ വാതുറന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ അത് ആകെപ്പാടെ കുഴപ്പമായി പോയേനെയുമായിരുന്നു. പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മൗനം വെടിയേണ്ടിടത്ത് മൗനം വെടിഞ്ഞ് അതിനുള്ള മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയും വേണം, മനസ്സിലായോ? അപ്പൊ ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വില കളയാൻ പോവരുത്. നമ്മൾ എപ്പോഴും എല്ലായിടത്തും നമ്മൾ അവൈലബിൾ ആവാൻ പാടില്ല. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവുന്നിടത്താണ് വില കുറയുന്നത് നമുക്ക്, മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഓഫ് വാൺസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്തോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കി നിൽക്കുകയാണ്, വളരെയധികം ആകാംക്ഷയോടുകൂടി. പക്ഷെ ഈ വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന കാര്യം നിങ്ങൾക്കിത് വന്നു ചേരും. കാരണം അടുത്തതായിട്ട് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്ന, ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ആവേശമാണ്. ഇവിടെ ആവേശത്തോടുകൂടി എന്തോ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്, മനസ്സിലായത്? ഇവിടെ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യുന്ന കാര്യം വന്നു ചേരും. ഒന്നുകിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ആവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയും ആവാം, മനസ്സിലായി. സ്വന്തമായിട്ട് കരുതിയ ചില കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഇല്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതോടുകൂടി മനസ്സിൽ ഒരുപാട് ആകാംക്ഷയുണ്ട്, ഒരുപാട് ആവേശവുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടെ സാധിക്കാൻ പോകുന്നു. ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി, ഒരു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് കാര്യമാണോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആവാം, അത് നിങ്ങൾക്ക് സാധ്യമാകും. ഇനി മറ്റേത് കാര്യത്തിലായാലും മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഫ്രീഡം അല്ലേ? അല്ലാതെ പൂട്ടിക്കെട്ടിയ ഒരു ജീവിതം ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരു ബന്ധനത്തിലാണ്ട് കിടക്കുന്ന ജീവിതം ഒന്നും ശാശ്വതമല്ല, അതൊട്ട് ഇഷ്ടപ്പെടുത്തതുമില്ല.
ശാശ്വതമായിട്ട് എന്താണ് നമുക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു ലൈഫിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു ശാശ്വതമായ നല്ല ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതേ നിലനിൽക്കുകയുള്ളൂ, അല്ലാതെ എന്നും ഒരാളിൻ്റെ അടിമയായിട്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഇവിടെ നിങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? നമുക്കിനി ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഇവിടെ മെച്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, പല കാര്യങ്ങൾക്കും ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നു ജീവിതത്തിൽ എന്നുള്ളത് കാണുന്നുണ്ട്. ട്രസ്റ്റ് വന്നിട്ടുണ്ട്, മൊമെന്റ് ടു മൊമെന്റ്, ദ ക്രിയേറ്റർ. നിങ്ങളെ ഇന്നത്തെ ദിവസം ഒരു ഗുരുവായി ഒരു മെന്ററായിട്ട് മറ്റുള്ളവർ കരുതുന്നു എന്നുള്ളതാണ് കാണുന്നത്. പവറിംഗ് ആണ്, ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇത്. ഈ ദൈവാനുഗ്രഹത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ടെന്നല്ല, ഒരു ഡിവൈൻ മസ്കുലൈൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി എന്തൊക്കെയാണോ അത് കൂടിച്ചേരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പ്രോസ്പെറിറ്റി വരുന്നത്, ഐശ്വര്യം വരുന്നത്. നമ്മളിൽ എല്ലാവർക്കും ഉള്ളതാണ് ഡിവൈൻ മസ്കുലൈൻ എനർജി, ഫെമിനിൻ എനർജി. ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതലായിട്ടും ഐശ്വര്യം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, ട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പരിപൂർണമായ ഒരു സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടെ സക്സസ് ലഭിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസിന് വേണ്ടി ചിലപ്പോൾ സമീപിക്കാം, അതുമല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ആശ്രയിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നല്ലൊരു മോട്ടിവേഷനിലൂടെ മറ്റുള്ളവർ കരുതുന്നതാവാം. നിങ്ങളുടെ മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയിലൂടെ പോകുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഓരോ ദിവസവും മൊമെന്റിറ്റും ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഇവിടെ ഡിവൈനിലേക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം. ആ ഒരു വിശ്വാസമാണ് ഏറ്റവും, ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. വിശ്വാസമില്ലാതെ ഒരു കാര്യത്തിൽ ഒരു സക്സസ് നമുക്ക് ആർക്കും ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഓരോ ചുവടും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജി ഉണ്ടോ, അവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ വിജയിക്കാൻ സാധിക്കും. അവിടെ ആ ഒരു ശ്രദ്ധയാണ് വേണ്ടത്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടരുത്. എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ പിന്മാറുക. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് അതിലൂടെ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാം, പ്രവർത്തികളിൽ ശ്രദ്ധിക്കാം, എല്ലാ കാര്യങ്ങളിലും ഡിവൈനിൽ ഒരു ശ്രദ്ധ കൊടുക്കാം, ട്രസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു മെന്റർ ആവാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.